ഈ എം.എ. ബേബിയുടെ ഒരു വിടുവായുത്തം വന്നിട്ടുണ്ട്. അതായത് 400 സീറ്റെങ്കിലും ഇന്ത്യ സഖ്യം ഒരുമിച്ച് മത്സരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്നത് ആരെന്നറിയാമോ എന്ന് നമ്മളൊരു പണ്ടൊരു മുദ്രാവാക്യം വിളിക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഈ പറഞ്ഞത് ആരാണെന്നുള്ളത് ഈ പ്രസ്താവന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. CPM-ന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയാണ്. അവരുടെ വോട്ട് വിഹിതം എത്രയാണ് ദേശീയാടിസ്ഥാനത്തിൽ? 1.74%. ദേശീയ പാർട്ടി എന്നുള്ള പദവി പോലും നഷ്ടപ്പെടാൻ നിൽക്കുകയാണ്. ആ അവസരത്തിലാണ് മോദിയെ താഴെ ഇറക്കാൻ ഏതാണ്ട് 400-ലെത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ BJP 400-ലെത്താത്തതിൻ്റെ പ്രധാന കാരണക്കാർ ഇന്ത്യ സഖ്യമെന്നാണ് എം.എ. ബേബി പറയുന്നത്. എം.എ. ബേബി ദേശീയ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഡൽഹിയിലില്ല. സാധാരണ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ഡൽഹിയിലാണ് കഴിയുന്നത്. ഈ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും മറ്റു പ്രധാനപ്പെട്ട ചില പുങ്കവന്മാരൊക്കെ ഉണ്ടല്ലോ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, എല്ലാ കാരാട്ടുമാരൊക്കെ അവിടൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇങ്ങേര് കേരളത്തിൽ മാത്രമായിട്ട് ഇപ്പോൾ നിൽക്കുകയാണ്. കാര്യം എന്തെന്ന് ചോദിച്ചാൽ മറ്റൊരിടത്തും പോകാനൊന്നും ഒന്നുമില്ല, അവിടെ ഒന്നും ആരുമില്ല എന്നുള്ളതാണ്. അവിടെ ചെന്നിറങ്ങുമ്പോൾ ധീരതയോട് നയിച്ചോളൂ ബേബി സഖാവേ എന്ന് പറയാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. ബംഗാളിലെ സ്ഥിതി അറിയാമല്ലോ. നമ്മൾ പറഞ്ഞ് ആകെ നാണം കെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. പാർട്ടി ഓഫീസ് പോലും ഇല്ലെന്നുള്ളതാണ്. അത് തൃണമൂലിന് വാടകയ്ക്ക് കൊടുത്ത് അവരിപ്പോൾ വിട്ട് ഇറങ്ങി കൊടുക്കുന്നുമില്ല. അത് തൃണമൂലിൻ്റെ കൈവശവുമായി. അപ്പം മറ്റ് ത്രിപുരയിലെ സ്ഥിതി അറിയാവുന്നതാണ്. പിന്നെ മറ്റുള്ള സംസ്ഥാനത്തിൻ്റെ കാര്യം പറയണമോ? ബംഗാളും ത്രിപുരയും കേരളവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ പിന്നെ കേരളത്തിൽ മാത്രം ഉള്ളത് കൊണ്ടാണ് പിണറായിയുടെ ദാസ്യനായിട്ട് അങ്ങനെ എം.എ. ബേബി കഴിയുകയാണ്. ദാസ്യനെങ്കിൽ ദാസ്യൻ. ഈ തകർന്ന് മുങ്ങിത്താഴാൻ തുടങ്ങുമ്പോഴെങ്കിലും പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആകാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ ആ ഒരു ഹാങ് ഓവറിൽ നിന്ന് അങ്ങോട്ട് ബേബി വിട്ടുമാറിയിട്ടില്ല. ഇവിടെ ഓടി നടന്ന് പിണറായിയോടൊപ്പം തന്നെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയാണ്. AKG സെൻറ്റർ രണ്ടാമത്തതിൻ്റെ ഉദ്ഘാടനത്തിന് പിൻനിരയിലാണ് അവിടെ നിൽക്കേണ്ടി വന്നത്. മുൻനിരയിൽ നിൽക്കേണ്ട ആള്, അതിൻ്റെ പ്രധാനിയാകേണ്ട ആള് ഈ അനുഭവ സമ്പത്ത് കൊണ്ട് മുമ്പിൽ നിൽക്കുന്നത് കാരണഭൂതനാണ് എന്ന് പറഞ്ഞ് കൈ കഴുകി പോവുകയാണ് ചെയ്യുന്നത്. അനുഭവ സമ്പത്ത് തന്നെ കാരണഭൂതൻ. അത് കഴിഞ്ഞിട്ട് പത്തനംതിട്ടയിൽ ചെന്നിട്ട് എം.എ. ബേബിയെ വാനോളം പുകഴ്ത്തുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ആരും പിറകോട്ട് കൊണ്ടുപോയതല്ല, അനുഭവ സമ്പത്തുള്ള പിണറായി തന്നെ വേണം അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എന്ന് പറഞ്ഞ് നമ്മുടെ ബേബി സഖാവ് പറഞ്ഞവരുടെ ഇടയിൽ നിന്നൊക്കെ അങ്ങ് രക്ഷപ്പെട്ട് നടക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ഇപ്പോൾ വലിയ ജോലിയും കൂലിയും പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കേരളത്തിൽ തന്നെ അങ്ങനെ കറങ്ങി നടക്കുകയാണ്. കേരളത്തിൽ കുറേ ഈ സാംസ്കാരിക ബുദ്ധിജീവികളുണ്ട്. അവരുടെ ഒരു വലയത്തിലാണ് നിൽക്കുന്നത്. സാംസ്കാരിക നായ്ക്കൾ എന്ന് വേണേൽ പറയാം. നായകർ എന്ന് പറയാൻ പാടില്ല, അത് നായകരോടെ ചെയ്യുന്ന ഒരു അവഹേളനമാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് AKG സെൻറ്ററിൽ നിന്ന് എല്ലിൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുമല്ലോ, അത് കടിച്ചെടുത്ത് കുരയ്ക്കുന്ന കുറേ സാംസ്കാരിക നായ്ക്കളുണ്ട്. ആ സാംസ്കാരിക നായ്ക്കളാണ് ഇപ്പോൾ സഖാവ് എം.എ. ബേബിയുടെ പിന്നാലെ കൂടിയിരിക്കുന്നത്. തോളിൽ സഞ്ചിയും തൂക്കി ഇറങ്ങുന്ന ഈ സാംസ്കാരിക നായകന് കേരളത്തിലെ സാംസ്കാരിക രംഗം മുഴുവൻ എഴുതി കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം പറയുന്ന അനുസരിച്ച് ഇവിടുത്തെ സാംസ്കാരിക കാര്യങ്ങൾ നടക്കാൻ പാടുള്ളൂ. തുള്ളുന്നത് പോലും ബേബി സഖാവിനോട് ചോദിച്ചിട്ട് വേണം. പ്രത്യേകിച്ച് പാർട്ടിയുടെ അനുമതി, അത് പോളിറ്റ് ബ്യൂറോ വേണം കൂടണം, അവൈലബിൾ പോളിറ്റ് ബ്യൂറോ ഒക്കെ കൂടി വേണം കാര്യങ്ങൾ തീർച്ചപ്പെടുത്താനായിട്ട്. അപ്പോൾ എന്തായാലും ഇന്ത്യ സഖ്യം 400 സീറ്റിലെങ്കിലും മത്സരിക്കണം എന്ന് പറയുമ്പോൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ഗതി ഇന്ന് എന്തുവാ? ഇന്ത്യ സഖ്യം 2024 നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ വേണ്ടി തട്ടിക്കൂട്ടിയ ഒരു സംഘടനയാണ്. അതിന് കെട്ടുറപ്പില്ല, അതിനൊരു അടിസ്ഥാനമില്ല, എന്താണ് അതിൻ്റെ ലക്ഷ്യം എന്ന് പോലുമില്ല. ഇന്ത്യ സഖ്യം എന്ന മുന്നണിക്കൊരു കൺവീനറുണ്ടോ?
അതില്ല. ഇപ്പം നമുക്ക് കേരളത്തിൽ LDF, UDF ഇതിനൊക്കെ ഒരു കൺവീനറുണ്ട് എന്ന് പറയുന്നത് പോലെ ഇതിനാരുമില്ലെന്നുള്ളതാണ്. ഡൽഹിയിൽ കേജ്രിവാൾ മത്സരിച്ച് വലിയ പെടാപ്പാട് പെട്ടു. ആ അവസരത്തിലും കോൺഗ്രസ് സപ്പോർട്ട് കൊടുത്തില്ല. അപ്പോൾ നോക്കണേ എന്ത് ഇന്ത്യ മുന്നണിയാണ് എന്നുള്ളത്. ആ മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് 8 നിലയിലല്ലേ തകർന്നടിഞ്ഞത്. ഈ ഇന്ത്യ മുന്നണി സഖ്യം ഉണ്ടാക്കിയതിന് ശേഷം ഇവര് തകർന്നടിയുക, കോൺഗ്രസ് തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവരൊരു സഖ്യം ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. CPM ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസുമാര് ആയിട്ട് തോളോട് തോൾ ചേർന്ന് മത്സരിക്കൂ. ഇനി BJP കേരളത്തിൽ ഒരു ശക്തമായ ഇടം പിടിക്കുമ്പോൾ ഭാവിയിൽ CPM-ഉം കോൺഗ്രസും തമ്മിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് ഫാസിസമാണ് എന്നൊക്കെ പറയുന്ന ഈ BJP-യെ എതിരിടാൻ തയ്യാറെടുക്കും. അത് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. വളരെ അടുത്തൊന്നും സംഭവിക്കത്തില്ല. BJP എന്തായാലും വളർന്നു കയറും. അടുത്ത 2026 തെരഞ്ഞെടുപ്പിലെ ഒരു 5 സീറ്റെങ്കിലും നേടിക്കഴിയുമ്പോൾ ഇവരിലെല്ലാം തന്നെ അങ്കലാപ്പുണ്ടാകുമെന്നുള്ളതാണ്. ഇത് ആർക്കിഴിവുണ്ടാക്കും? കോൺഗ്രസിന് ക്ഷീണമാണ്. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വോട്ട് വിഹിതം പോകുന്നത് അവരറിയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ അവർ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് പോവുകയും ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെ ഈ ഇന്ത്യ സഖ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബേബി അതിലൂടെ കുറച്ച് ആളാകാൻ വേണ്ടിയിട്ടുള്ള ചില തന്ത്രങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഏത് സംസ്ഥാനത്ത് ഇന്ത്യ സഖ്യം ഉണ്ടായിപ്പോവും? ഇപ്പോൾ നമുക്കറിയാം, ഈ പെട്ടെന്ന് ഇങ്ങോട്ട് മുളച്ച് പൊന്തി വന്ന നമ്മുടെ കേജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി തന്നെ ഡൽഹിയിൽ തകർന്നടിഞ്ഞു. ഇനിയിപ്പോൾ പഞ്ചാബിലുണ്ട്. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അറിയാൻ പറ്റും. അതുപോലെ മറ്റ് ചില സംസ്ഥാനങ്ങളിലേക്കൊക്കെ കയറാനുള്ള ഒരു ശ്രമം നടത്തി. ഗോവ പോലുള്ള ഇടത്ത് അവിടെയാണല്ലോ ഈ അഴിമതിയുടെ പല കാര്യങ്ങളും കേജ്രിവാളിൽ നിന്ന് പുറത്തു വന്നത്. അപ്പോൾ എന്തായാലും ഈ ഇന്ത്യ സഖ്യം ഉണ്ടാക്കിക്കൊണ്ട് എത്ര നാൾ മുമ്പോട്ട് പോകാൻ കഴിയും? കോൺഗ്രസിന് തന്നെ നിലനിൽപ്പില്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രധാന കക്ഷി ആരാണ്? കോൺഗ്രസ് ആണ്. CPM എന്നൊക്കെ പറയുന്നത് ഇങ്ങേ അറ്റത്ത് നിൽക്കുന്നതല്ലേ. എവിടെ ആരുണ്ട്? 1-2 പേര് പാർലമെന്റിൽ ഉണ്ടെങ്കിൽ എന്ത് കാര്യം ഉണ്ടാക്കാനാണ് ഇത് പോകുന്നത്? ഒരു കാലത്ത് ഓർക്കണം, 53 MP-മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇപ്പോൾ ഉള്ളത് 1-2 പേരാണ്. പിന്നെ കുറച്ച് പുങ്കവന്മാരുണ്ട്. നമ്മുടെ റഹീം, ബ്രിട്ടാസ് ഇങ്ങനെയുള്ളവരെ പിടിച്ച് രാജ്യസഭയിലും വിട്ടിട്ടുണ്ട്. അതൊന്നും പിന്നെ എണ്ണിയെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായാലും ബേബി ഇന്ത്യ സഖ്യം അങ്ങനെ ഒന്നുകൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ടുവരാമെന്നുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ എന്തായാലും ഈ കുണ്ടുകിണറ്റിൽ തവളക്കുഞ്ഞിന് കുന്നിന് മീതെ പറക്കാൻ മോഹം എന്ന് പറയാറില്ലേ, അതുപോലുള്ള ഒരു മോഹം മാത്രമേ ബേബി സഖാവ് കാണിച്ചിട്ടുള്ളൂ.